നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട്. ഒളിവിൽ പോയ സംഘം സെക്രട്ടറി കെ രതീശിനെ കണ്ടെത്തുവാൻ അന്വേഷണം ഊർജിതം. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ ക്രമക്കേട്. സെക്രട്ടറിയെ മാത്രം പഴിചാരി രക്ഷപ്പെടാനാണ് ഭരണസമിതിയും CPM-ഉം ശ്രമിക്കുന്നതെന്ന് കെ ശ്രീകാന്ത്. പറശ്ശിനിക്കടവ് അമ്യൂസ്മെന്റ് പാർക്കിൽ യുവതിയെ കയറിപ്പിടിച്ച കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകൻ ഇഫ്തിഖർ അഹമ്മദ് അറസ്റ്റിൽ. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കാസർഗോഡ് ചിറ്റാരിക്കാൽ 25-ൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മനുഷ്യാസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ചിറ്റാരിക്കാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉദ്യാവര ശ്രീ അരശുമഞ്ചേശ്വർ ക്ഷേത്രോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. തൃക്കരിപ്പൂർ ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി 2ാം വാർഷികാഘോഷം. കാൽപന്ത് കളിയിൽ വനിതകളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കി കളിയാരവത്തിന് തൃക്കരിപ്പൂർ ഒരുങ്ങി. വാർത്തകൾ വിശദമായി. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. സംഭവത്തിൽ ബാങ്ക് പ്രസിഡന്റിന്റെ പരാതിയിൽ സെക്രട്ടറി കർമ്മന്തുടയിലെ കെ രതീശിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഒളിവിൽ പോയയാൾ ബംഗളൂരുവിലുള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കാറടുക്ക കർഷകക്ഷേമ സഹകരണ സംഘത്തിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. അംഗങ്ങളറിയാതെ അവരുടെ പേരിൽ 4.76 കോടി രൂപയുടെ സ്വർണ്ണ പണയ വായ്പ എടുത്തെന്നാണ് പരാതി. സംഭവത്തിൽ സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു. സൊസൈറ്റി സെക്രട്ടറിയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ കർമ്മന്തോടിയിലെ കെ രതീശനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ആദൂർ പോലീസ് കേസെടുത്തത്. പ്രസിഡന്റ് വെള്ളൂർ കിന്നിങ്കാറിലെ കെ സൂപ്പി നൽകിയ പരാതിയിലാണ് നടപടി. പ്രാഥമിക പരിശോധനയിൽ 4,75,99,907 രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. പണയ സ്വർണമില്ലാതെയാണ് 7 ലക്ഷം രൂപ വരെ അനുവദിച്ചത്. ജനുവരി മുതൽ പല തവണകളായാണ് വായ്പകൾ അനുവദിച്ചത്. സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തുകയും വിവരം ഭരണസമിതിയെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് കേസ് ഫയൽ ചെയ്യുവാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഒരാഴ്ചയ്ക്കകം മുഴുവൻ പണവും തിരിച്ചടയ്ക്കാമെന്ന് സെക്രട്ടറി ചിലരോട് പറഞ്ഞതായും സൂചനയുണ്ട്. സംഭവത്തിൽ മറ്റ് ജീവനക്കാർക്ക് പങ്കില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒളിവിൽ പോയ രതീശൻ ബംഗളൂരുവിലുള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവധിയാണെന്ന് സൊസൈറ്റിയിലും വീട്ടിൽ വയനാട്ടിലേക്ക് പോകുന്നുവെന്നുമാണ് രതീശൻ അറിയിച്ചിരുന്നത്. തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ CPM മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കെ രതീശനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി നേതൃത്വം വ്യക്തമാക്കി. നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് CH കുഞ്ഞമ്പു MLA അറിയിച്ചു. സഹകരണ സംഘത്തിന് ഒരു ഞെട്ടിപ്പിക്കുന്ന വെട്ടിപ്പാണ് ഈ കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഫോണെടുക്കായില്ല. വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ വയനാട്ടിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ലൊക്കേഷൻ നോക്കുമ്പോൾ കർണാടകയിലുണ്ട്. അപ്പോൾ സംഗതി കുറച്ച് സീരിയസ് തന്നെയാണ്. അപ്പോൾ പിന്നെ പോലീസിന് പരാതി കൊടുത്തു. ഇപ്പോൾ ഈ നിക്ഷേപകർക്ക് പരിഭ്രാന്തി ഇല്ലാത്ത രൂപത്തിൽ അവർക്ക് പണം തിരിച്ചു കിട്ടുമെന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ പരമാവധി ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെടില്ല, തിരിച്ചു പിടിക്കും, എന്തായാലും തിരിച്ചു പിടിക്കും. ഇനി ഏത് സാഹചര്യം അങ്ങനെ തിരിച്ചു പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നടപടി കൊടുക്കും. അതോടൊപ്പം നിക്ഷേപകരായ ആളുകൾക്ക് എന്തായാലും ഒരു ഉത്കണ്ഠ ഉണ്ടാവും. ഞങ്ങളുടെ പണം പോയോ എന്നുള്ളതും സ്വർണ്ണം നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതും അവർക്ക് മുഴുവൻ അവരുടെ സ്വർണവും പണവും തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കും. ഇടപാടുകാർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നഷ്ടപ്പെട്ട തുക തിരിച്ചടപ്പിക്കുവാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നും ഭരണസമിതിയും വ്യക്തമാക്കി. കാറടുക്ക വെള്ളൂർ പഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയാക്കി 10 വർഷം മുൻപ് തുടങ്ങിയതാണ് ഈ സഹകരണ സംഘം. മുള്ളേരിയയിലെ ഹെഡ് ഓഫീസിന് പുറമെ കിന്നിങ്കാറിലും ശാഖയുണ്ട്. നാടിനെ ഞെട്ടിച്ച ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് ഉടൻ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സ്വർണ്ണപ്പണയ തട്ടിപ്പ് അഴിമതി CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടിയെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ സെക്രട്ടറിയെ മാത്രം പഴിചാരി രക്ഷപ്പെടാനാണ് ഭരണസമിതിയും CPM നേതൃത്വവും ശ്രമിക്കുന്നതെന്നും കെ ശ്രീകാന്ത് ആരോപിച്ചു. CPM നിയന്ത്രണത്തിലുള്ള കാറടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ
സ്വർണ്ണ തട്ടിപ്പ് CPMൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടെ കൂടിയിട്ടാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. ഒരു സെക്രട്ടറി മാത്രം ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. CPMൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവരം പുറത്തു വന്നപ്പോൾ സെക്രട്ടറിയെ മാത്രം പഴിചാരി CPM നേതൃത്വം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. CPMൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വൻ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസ് ആദ്യഘട്ടത്തിൽ ഒതുക്കി തീർക്കാനാണ് CPM ശ്രമിച്ചത്. പക്ഷേ ഇത് പുറത്തു വന്നതോടുകൂടിയിട്ട് സെക്രട്ടറിയെ മാത്രം പഴിചാരി CPM നേതൃത്വം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളും സഹകരണ സൊസൈറ്റികളും സംഘങ്ങളും ഒക്കെ തന്നെ അഴിമതിയും അതുപോലെ തന്നെ തട്ടിപ്പ് നടത്തുന്ന ഒരു കേന്ദ്രമാക്കി CPM മാറ്റിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. CPM നേതൃത്വത്തിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കണം. ഇതിലെ പ്രതികളെ ഉടൻ തന്നെ പിടികൂടണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഇവിടെ പ്രതികളെ പിടികൂടുന്നതിന് പകരം അവർക്ക് സാവകാശം കൊടുത്ത് അവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. കാരടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് വൻ തട്ടിപ്പ് നടന്നതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. തട്ടിപ്പിനെക്കുറിച്ച് ജനുവരിയിൽ തന്നെ ഭരണസമിതിക്ക് അറിവുണ്ടായിരുന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി CPM ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നും PK ഫൈസൽ ആരോപിച്ചു. തട്ടിപ്പ് പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കണ്ണൂർ പറശ്ശിനിക്കടവ് അമ്യൂസ്മെന്റ് പാർക്കിൽ യുവതിയെ കയറിപ്പിടിച്ച കേന്ദ്ര സർവകലാശാലയിലെ വിവാദ അധ്യാപകൻ ഇഫ്തിഖർ അഹമ്മദ് അറസ്റ്റിൽ. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നേരത്തെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടപടി നേരിട്ട അധ്യാപകൻ വേഗത്തിൽ സർവീസിൽ തിരിച്ചെത്തിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പറശ്ശിനിക്കടവിലെ വാട്ടർ തീം പാർക്കിലാണ് സംഭവം. വേവ് പൂളിൽ വെച്ച് 22-കാരിയോട് അപമര്യാദയായി പെരുമാറുകയും കയറിപ്പിടിച്ചെന്നുമാണ് പരാതി. യുവതി ബഹളം വെച്ചതോടെ പാർക്ക് അധികൃതർ പോലീസിൽ പരാതി നൽകി. കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകൻ ഡോക്ടർ ഇഫ്തിഖർ അഹമ്മദിനെതിരെ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയൽ നിയമപ്രകാരം കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. താൻ കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുവെങ്കിലും യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. 2016 പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ച ഇഫ്തിഖർ അഹമ്മദ് ഇതിനു മുൻപ് സസ്പെൻഷനിലാവുകയും നിരവധി വിവാദങ്ങളിൽ അകപ്പെടുകയും ചെയ്തയാളാണ്. ക്ലാസ്സിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ സർവകലാശാല അന്വേഷണം നടത്തിയിരുന്നു. പരാതിയെ തുടർന്ന് ഇഫ്തിഖറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇയാൾ സർവീസിൽ തിരിച്ചെത്തിയതോടെ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങുകയും സസ്പെൻഷൻ ദീർഘിപ്പിക്കുകയുമായിരുന്നു. അടുത്തിടെയാണ് സർവീസിൽ തിരിച്ചെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചിറ്റാരിക്കാൽ 25-ൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മനുഷ്യ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിലാണ് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ചിറ്റാരിക്കാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 25-ലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിലാണ് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ കുടിവെള്ളത്തിനായി കിണർ വൃത്തിയാക്കാൻ ഏൽപ്പിച്ച തൊഴിലാളികൾ കിണറിലെ ചെളിയും മാലിന്യങ്ങളും കോരി കരക്കിട്ടപ്പോഴാണ് അതിൽ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. തലയോട്ടിയും എല്ലുകളും വേർപെട്ട നിലയിലായിരുന്നു. ഇതോടൊപ്പം ഒരു ആധാർ കാർഡും വസ്ത്രങ്ങളും ഷൂസിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വസ്ത്രങ്ങൾക്കൊപ്പം കടുമേനി പാവലിലെ കണ്ടനാമറ്റത്തിൽ കുര്യന്റെ തിരിച്ചറിയൽ കാർഡും ലഭിച്ചിരുന്നു. ഇയാളെ കഴിഞ്ഞ 1 വർഷമായി കാണാതായതാണ്. അതുകൊണ്ട് തന്നെ ശരീരാവശിഷ്ടങ്ങൾ ഇയാളുടേതാകാനാണ് സാധ്യതയെന്നാണ് പോലീസ് നിഗമനം. വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ MM ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. ശരീരാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ജൂൺ 7 മുതൽ 9 വരെ 3 ദിവസം നീളുന്ന അരങ്ങ് സർഗോത്സവത്തിന് പിലിക്കോട് കാലിക്കടവിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ കാലിക്കടവ് പഞ്ചായത്ത് സ്റ്റേഡിയം, ചന്തേര ഗവൺമെൻറ് UP സ്കൂൾ, പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഓഡിറ്റോറിയം, കരക്കേരു ഫ്രണ്ട്സ് ക്ലബ്ബ് ഹാൾ എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കുക. 33 സ്റ്റേജ് ഇനങ്ങളും 16 സ്റ്റേജ് ഇതര ഇനങ്ങളും ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങളിലായി 14 ജില്ലകളിൽ നിന്നും 3000-ൽ പരം കുടുംബശ്രീ അംഗങ്ങൾ മാറ്റുരയ്ക്കും.
സംസ്ഥാന കലോത്സവത്തിൻ്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പിലിക്കോട് കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രോഗ്രാം മാനേജർമാരായ CC നിഷാദ്, പ്രഭാകരൻ മേലത്ത്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ CH ഇക്ബാൽ, P കരുണാകരൻ, TV ശാന്ത, PP പ്രസന്നകുമാരി, PV മുഹമ്മദ് അസ്ലം, CV പ്രമീള, VV സജീവൻ, EM ആനന്ദവല്ലി, M മനു, PP കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കലോത്സവ സ്വാഗത സംഘം ഭാരവാഹികളായി M രാജഗോപാലൻ MLA ചെയർമാനായും, ജാഫർ മാലിക്കിനെ ജനറൽ കൺവീനറായും, TT സുരേന്ദ്രനെ കൺവീനറായും 13 സബ് കമ്മിറ്റികളും ഉൾപ്പെടെ 1001 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. സംസ്ഥാന കലോത്സവം സംഘടിപ്പിക്കുന്നതിന് 1.5 കോടി രൂപ ചിലവാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ അനുവദിക്കും. ബാക്കി വരുന്ന 1 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വാഗത സംഘവും ചേർന്ന് കണ്ടെത്തിയാണ് കലോത്സവം സംഘടിപ്പിക്കുക. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട മഞ്ചേശ്വരം ഉദ്യാവര ശ്രീ അരശു മഞ്ചേശ്വർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. 5 ദിവസങ്ങളിലായി നടന്ന ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി പേരാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. മതസൗഹാർദ്ദത്തിന്റെ മഹനീയ സന്ദേശം പകർന്നു നൽകി ഉദ്യാവര അരസു മഞ്ചേശ്വർ ക്ഷേത്രോത്സവം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. ക്ഷേത്രത്തിൽ ജമാഅത്ത് ഭാരവാഹികൾ ഇടതുവശത്തും ക്ഷേത്രം ഭാരവാഹികൾ വലതുവശത്തും ഇരുന്ന് ഉത്സവ ചടങ്ങുകൾ വീക്ഷിച്ചു. ഉദ്യാവരയ്ക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന അണ്ണ, തമ്മ, മുണ്ടത്തായ ദൈവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നെത്തിയ അണ്ണ, തമ്മ ദൈവങ്ങൾക്ക് മുണ്ടത്തായ ദൈവം തുണ നൽകിയെന്നാണ് ഐതിഹ്യം. ഈ സൗഹൃദത്തെ തുടർന്ന് മുണ്ടത്തായ ദൈവം തനിക്കും അണ്ണ, തമ്മ ദൈവങ്ങൾക്കും ഐസ്രാൽ ഗുത്തു തറവാട്ടുകാരോട് ക്ഷേത്രമൊരുക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഉദ്യാവര അരസു മഞ്ചേശ്വർ ക്ഷേത്രം നിർമ്മിക്കാനിടയായതെന്നാണ് വിശ്വാസം. 2 ദിവസങ്ങളിലായി നടന്ന വണ്ടി ഉത്സവം കാണാൻ വൻ ജനാവലിയെത്തി. പുതിയ 6-വരിപ്പാത തുറന്ന ശേഷം കിലോമീറ്ററുകളോളം ഭക്തർ കാൽനടയായി എത്തുന്ന കാഴ്ചയാണ് ഇത്തവണ കണ്ടത്. എല്ലാ വർഷവും ഉത്സവ സമയത്ത് മഴയുണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ മഴയില്ലാത്തത് ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടാക്കിയത്. അണ്ണ, തമ്മ ദൈവങ്ങളുടെ ഉത്സവത്തിന് ശേഷം അവസാനം വണ്ടി ഉത്സവം കഴിഞ്ഞ് ദൃശ്യവിരുന്നൊരുക്കി കരിമരുന്ന് പ്രയോഗവും നടന്നു. ഉത്സവത്തിന് ജനത്തിരക്കേറിയതിനാൽ കുഞ്ചത്തൂർ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. നാട്ടിലെ സാമൂഹിക പ്രവർത്തകരായ അക്ബർ, സമദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗതാഗതം സുഗമമാക്കിയത് മതസൗഹാർദ്ദത്തിന്റെ മനോഹര ദൃശ്യമായി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാൽപന്ത് കളിയിൽ വനിതകളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കി പെൺകുട്ടികളുടെ കളിയാരവത്തിന് തൃക്കരിപ്പൂർ ഒരുങ്ങി. തൃക്കരിപ്പൂർ ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി 2ാം വാർഷികാഘോഷ ഭാഗമായാണ് 3 വിഭാഗങ്ങളിലായി പ്രൈസ് മണിക്കും ട്രോഫികൾക്കുമായി 16 ടീമുകളെ പങ്കെടുപ്പിച്ച് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. 14 മുതൽ 16 വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ 6 ടീമുകളും 12 മുതൽ 14 വരെ പ്രായമുള്ള വിഭാഗത്തിൽ 6 ടീമുകളും 12 വയസ്സിൽ താഴെയുള്ള കുരുന്നുകളുടെ വിഭാഗത്തിൽ 4 ടീമുകളും ഏറ്റുമുട്ടും. മെയ് 15 മുതൽ 19 വരെ തൃക്കരിപ്പൂർ തൈക്കീൽ AE അരീന ടർഫിലും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലുമാണ് മത്സരം. മെയ് 15 വൈകുന്നേരം 3:30 തൈക്കീൽ ടർഫിൽ ദേശീയ ലോങ് ജംപ് താരം KM ജ്യോതിർമയി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് കളിക്കാരുമായി പരിചയപ്പെടും. കഴിഞ്ഞ 2 വർഷ കാലയളവിൽ തൃക്കരിപ്പൂർ ഡ്രീംസ് ഫുട്ബോൾ അക്കാദമിയിലൂടെ പെൺകുട്ടികൾ നിരവധി നേട്ടം കൈവരിച്ചതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2023-24 വർഷ ഖേലോ ഇന്ത്യ മത്സരത്തിൽ തെലങ്കാനയിൽ ഡ്രീംസിന്റെ 5 പെൺകുട്ടികൾ കളിച്ചു. എറണാകുളത്ത് നടന്ന ഖേലോ ഇന്ത്യ മത്സരത്തിൽ വിജയിച്ച ടീമിൽ ഡ്രീംസിലെ 6 കളിക്കാർ പങ്കെടുത്തിരുന്നു. സ്കൂൾ തലത്തിൽ ജില്ലാ സംസ്ഥാന തലത്തിലും പെൺകുട്ടികൾ നേട്ടമുണ്ടാക്കി. നിലവിൽ 7 വയസ്സ് മുതലുള്ള 60 പെൺകുട്ടികളെ 2 ബാച്ചുകളിലാക്കി പരിശീലനം നൽകി വരുന്നുണ്ട്. പെൺകുട്ടികളുടെ വിവിധ കാറ്റഗറികളിലെ ഫുട്ബോൾ ടൂർണമെന്റ് ഇതിന്റെ ഉദ്ഘാടനം നാളെ 15-ന് അരീന ടർഫിൽ
അണ്ടർ 12 കാറ്റഗറി. അതിനുശേഷം 16 മുതൽ മിനി സ്റ്റേഡിയത്തിൽ അണ്ടർ 14 അണ്ടർ 16 കാറ്റഗറി വിഭാഗം മത്സരങ്ങൾ നടക്കും. 19 ഞായറാഴ്ചയാണ് ഫൈനൽ. അതിനുശേഷം വൈകുന്നേരം അരീന ടർഫിൽ നമ്മുടെ സമാപന പരിപാടികൾ, സമ്മാനദാനം, അതുപോലെ തന്നെ കലാപരിപാടികൾ. പരിശീലകരായ വി ഗണേശൻ എടാട്ടുമ്മൽ, ഷിസിൻ ചന്ദ്രൻ, കെ ഉമേഷ്, ഡോക്ടർ TC ജീന എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ഡ്രീംസ് അക്കാദമി 2ാം വാർഷികത്തിന്റെ സമാപനവും ഫുട്ബോൾ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും 19-ന് തൈക്കീൽ അരീന ടർഫിൽ നടക്കും. ഡ്രീംസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വി രാജീവൻ, ഡോക്ടർ TC ജീന, വി ഗണേശൻ, M പത്മനാഭൻ, M രാജേഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കോളിയടക്കം സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി 17ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും ശ്വാസകോശരോഗ ചികിത്സാ വിദഗ്ധനും എഴുത്തുകാരനുമായ ഡോക്ടർ A അബ്ദുൽ സത്താർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കോളിയടുക്കം സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 17ാം വാർഷികാഘോഷം മുഹമ്മദ് ഷമീം ഉമരി നഗറിൽ നടന്നു. ഡോക്ടർ A അബ്ദുൽ സത്താർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ ആ വാക്കർത്ഥം തന്നെ ഫുൾഫിൽ അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. വിവിധ മേഖലകളിൽ കിണറുകളായാലും വസ്ത്രങ്ങളായാലും പിന്നെ സ്കൂൾ കുട്ടികളുടെ പഠനോപകരണങ്ങളായാലും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്കുള്ള സഹായമായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നവരെ, നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പാനും അവർക്ക് കൈത്താങ്ങാനും ആവാനും ഈ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. സാന്ത്വനം ചെയർമാൻ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബു താഹിർ ബണ്ടിച്ചാൽ സ്വാഗതം പറഞ്ഞു. സാഹിത്യകാരൻ സുറാബ് മുഖ്യാതിഥിയായിരുന്നു. നാരായണൻ മാച്ചിനടുക്കം അനുസ്മരണവും നടന്നു. സാന്ത്വനം പബ്ലിസിറ്റി ചെയർമാൻ കാർവർണ്ണൻ കാവുങ്കാൽ പ്രഭാഷണം നടത്തി. മുഹമ്മദ് ഷമീം ഉമരി പ്രഥമ അവാർഡ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്കും സാന്ത്വനം ചാരിറ്റി അവാർഡ് സൂര്യനാരായണ ഭട്ടിനും കാപ്പിൽ KBM ഷെരീഫിനും നൽകി. അഖിലേന്ത്യാ മുസാബാക്ക കിറാത്തിൽ 1ാം സ്ഥാനവും ഇഫിളിൽ 2ാം സ്ഥാനവും കേരളത്തിനു വേണ്ടി കരസ്ഥമാക്കിയ ആദി മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. LSS, USS, SSLC +2 ഉന്നത പഠന വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് മാനവ സൗഹാർദ്ദ സംഗമം നടന്നു. അച്യുതൻ ഭട്ട്, അസറുദ്ദീൻ ഫൈസി, റജി അബ്രഹാം, കലാഭവൻ രാജു, TK അൻവർ മൊഗ്രാൽ, മുംതാസ് ടീച്ചർ, അബ്ദുല്ല PH, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, അഹമ്മദ് ഹാജി കോളിയടുക്കം, ഹമീദ് കക്കണ്ടം, സുരേഷ് പച്ചിലംകര എന്നിവർ സംസാരിച്ചു. സാന്ത്വനം അംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാവിരുന്നും നടന്നു. തുടർന്ന് ഷഹനായി വിദഗ്ധൻ ഹസൻ ബായിയെ ആദരിച്ചു. സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഗ്രാം ഫിനാൻസ് കമ്മിറ്റി വർക്കിംഗ് ചെയർപേഴ്സൺ രാധ മാച്ചിനടുക്കം സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് കാസർഗോഡ് ജില്ലാ SKSSF ആഭിമുഖ്യത്തിൽ ഗൾഫ് സുപ്രഭാതം പ്രചാരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അബുദാബി സുന്നി സെന്റർ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൽ റഹ്മാൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ദുബായ് ദേര ലാൻഡ്മാർക്ക് ഹോട്ടലിൽ സംഘടിപ്പിച്ച ഗൾഫ് സുപ്രഭാതം പ്രചാരണ കൺവെൻഷൻ അബുദാബി സുന്നി സെന്റർ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൽ റഹ്മാൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സത്താർ പന്തല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. കേരളീയ സാമൂഹിക പുരോഗതിയുടെ ദൗത്യ നിർവഹണത്തിൽ സുപ്രഭാതം ദിനപത്രം വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് സത്താർ പന്തല്ലൂർ അഭിപ്രായപ്പെട്ടു. മാധ്യമങ്ങളെ വായടപ്പിക്കുന്ന കാലത്ത് ജനാധിപത്യം നിലനിർത്താൻ സത്യസന്ധമായ വാർത്തകൾ നിർഭയത്തോടെ പറയാൻ കഴിയണം. അതാണ് മാധ്യമധർമ്മമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് നൌഫൽ ഹുദവി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ പ്രാർത്ഥന നടത്തി. സയ്യിദ് ഷുഹൈബ് തങ്ങൾ, അബ്ദുൽ സലാം ഹാജി വെൽഫിറ്റ്, അബ്ദുൽ സലാം കന്യപ്പാടി, അബ്ദുല്ല ആറങ്ങാടി, കബീർ അസദി, അബ്ദുൽ ഖാദർ അസദി, ജലീൽ എടക്കുളം, ഫൈസൽ ദീനാർ, സിദ്ദീഖ് കനിയടുക്കം എന്നിവർ സംസാരിച്ചു. ഷാഫി അസദി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 15-ന് ബേക്കൽ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പൊതുസമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP യും പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ നായരും ഉദ്ഘാടനം ചെയ്യും.
കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള 6ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 15 ബുധനാഴ്ച കാഞ്ഞങ്ങാട് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലാ പ്രസിഡന്റ് KV സതീശൻ പതാക ഉയർത്തും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത എൻറോൾമെന്റ് വിതരണവും ആശംസാ പ്രസംഗവും നടത്തും. സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ പുസ്തക പ്രകാശനവും നടക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ നായർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി KM വിജയൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മാധവൻ കലിയന്തിൽ വരവ് ചെലവ് കണക്കുകളും ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP നാരായണൻ പ്രമേയ അവതരണവും നടത്തും. തുടർന്ന് 2024-26 വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. വാർത്താ സമ്മേളനത്തിൽ KV സതീശൻ, KM വിജയൻ, K മാധവൻ, അസിനാർ, P നാരായണൻ, ബൽറാം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരിയുടെ 60ാം വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായി. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലാ, കായിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായ രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരി 6 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 60ാം വാർഷികാഘോഷം വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി നടത്തി. വാർഷികാഘോഷ ഉദ്ഘാടനം, സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്, മെഗാ മെഡിക്കൽ ക്യാമ്പ്, മഴപ്പൊലിമ, ഓണാഘോഷം, ജില്ലാതല ചരിത്ര ക്വിസ് മത്സരം, വയലാർ ഗാനോത്സവം, വനിതോത്സവം, ബാലോത്സവം, സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്, ജില്ലാതല കമ്പവലി മത്സരം, കർഷക സംഗമം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. സമാപന പരിപാടി 3 ദിവസങ്ങളിലായാണ് നടത്തിയത്. ഭരത് മുരളി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, പ്രവാസി കുടുംബ സംഗമം, സമാപന സമ്മേളനം എന്നിവ നടത്തി. സമാപന പരിപാടി കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഇങ്ങനെ തന്നെ ഇരിക്കണം. എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഉത്സവങ്ങൾ കാണാൻ, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാനും സാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ആസൂത്രിത ശ്രമം, അതാണ് ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് പ്രസംഗിച്ചത്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നുണ പറയുന്നു. 3D എന്ന് പറഞ്ഞാൽ ഡൈവേർട്ട് ചെയ്യാൻ, ഒരു ഭാഗത്തു നിന്നുള്ള ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. 3D ഡൈവേർട്ട്, ഡീഫെയിം. ഒരു ഭാഗത്ത് അപകീർത്തി പ്രചരിപ്പിക്കുന്നു, വേറൊരു ഭാഗത്ത് പ്രചരണം വേറെ രീതിയിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ ആസൂത്രിതമായി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാജ്യത്ത് മതസ്പർദ്ധക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതാണ് സങ്കടം. രാവണേശ്വരത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു. സംഘാടക സമിതി ചെയർമാൻ K സബീഷ് അധ്യക്ഷനായി. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ, സിനിമാ താരം ചിത്ര നായർ എന്നിവർ മുഖ്യാതിഥികളായി. Dr. A അശോകൻ രാവണേശ്വരത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് പ്രശസ്ത മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് K രാജ്മോഹൻ, P കൃഷ്ണൻ, A പവിത്രൻ മാസ്റ്റർ, P കാര്യമ്പു, K പവിത്രൻ, T ശാന്തകുമാരി, S ശശി, നിതിൻ നാരായണൻ, P രാജേഷ്, K ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ AK ജിതിൻ സ്വാഗതവും ട്രഷറർ അനീഷ് രാമഗിരി നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായിക സൈനോര ഫിലിപ്പ് ഒരുക്കിയ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് യാത്രയപ്പ് സമ്മേളനവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയും സമസ്ത പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ ഹജ്ജ് വേളയിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചെല്ലാം നമ്മുടെ നാടിൻ്റെയും ലോകത്തിൻ്റെയും മാനവിക സമൂഹത്തിൻ്റെയും എല്ലാം തന്നെ നന്മയ്ക്കും ഐക്യപൂർണമായ പ്രയാണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്ന് കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയും സമസ്ത പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്തു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ഹജ്ജ് യാത്രയപ്പ് സമ്മേളനവും CH മുഹമ്മദ് അസ്ലമിനു വേണ്ടിയുള്ള പ്രാർത്ഥനാ സദസ്സും
സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. MK അബൂബക്കർ ഹാജി, ജാദിൽ ഹസൈനാർ, PK അബ്ദുള്ളക്കുഞ്ഞി ഹാജി, KB കുട്ടി ഹാജി, റഷീദ് തോയമൽ, KK അബ്ദുറഹ്മാൻ പാണത്തൂർ, താജുദ്ദീൻ കമ്മാടം, അബൂബക്കർ മാസ്റ്റർ പാറപ്പള്ളി, മൊയ്തു മൗലവി പുഞ്ചാവി, CKK മാണിയൂർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര തെക്കേക്കുന്ന് ശ്രീ രക്തേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടത്തിയ മഹോത്സവത്തിൽ രക്തേശ്വരി അമ്മ ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. ശ്രീ രക്തേശ്വരി അമ്മയുടെയും ശ്രീ ബ്രഹ്മരക്ഷസിന്റെയും ശ്രീ ഗുളികദേവന്റെയും അനുഗ്രഹം കൊണ്ട് ധന്യമായ പള്ളിക്കര തെക്കേക്കുന്ന് ശ്രീ രക്തേശ്വരി ദേവസ്ഥാന സന്നിധിയിൽ നടത്തിയ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി നടത്തിയ മഹോത്സവത്തിൽ രക്തേശ്വരി അമ്മ ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. തെയ്യങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയത് നിരവധി ഭക്തരാണ്. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട്. ഒളിവിൽ പോയ സംഘം സെക്രട്ടറി K രതീശിനെ കണ്ടെത്തുവാൻ അന്വേഷണം ഊർജിതം. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ ക്രമക്കേട്. സെക്രട്ടറിയെ മാത്രം പഴിചാരി രക്ഷപ്പെടാനാണ് ഭരണസമിതിയും CPM-ഉം ശ്രമിക്കുന്നതെന്ന് K ശ്രീകാന്ത്. പറശ്ശിനിക്കടവ് അമ്യൂസ്മെന്റ് പാർക്കിൽ യുവതിയെ കയറിപ്പിടിച്ച കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകൻ ഇഫ്തിഖർ അഹമ്മദ് അറസ്റ്റിൽ. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കാസർഗോഡ് ചിറ്റാരിക്കാൽ 25-ൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മനുഷ്യാസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ചിറ്റാരിക്കാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉദ്യാവര ശ്രീ അരശുമഞ്ചേശ്വർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. തൃക്കരിപ്പൂർ ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി 2ാം വാർഷികാഘോഷം. കാൽപന്ത് കളിയിൽ വനിതകളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കി കളിയാരവത്തിന് തൃക്കരിപ്പൂർ ഒരുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.